യെസ് ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്കയും ഇറാനും നേരിട്ട് ഒരു സമാധാന മധ്യസ്ഥ ചർച്ച നടന്നു എന്നുള്ളത് നമുക്കറിയാം. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് പാകിസ്ഥാനിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവിടെയുള്ള പട്ടാള മേധാവി ഹസീം മുനീറും മധ്യസ്ഥത വഹിച്ച് ഇറാനും അമേരിക്കയും ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എന്നിവരുടെ നേരിട്ടുള്ള ചർച്ചയായിരുന്നു പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്നത്. നിർഭാഗ്യവശാൽ ആ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടു. അമേരിക്കയുടെ പ്രതിനിധികൾ അമേരിക്കയിലേക്കും ഇറാന്റെ പ്രതിനിധികൾ ഇറാനിലേക്കും തിരിച്ചുപോയി. രണ്ടു ഭാഗത്തു നിന്നും പ്രകോപനപരമായ നിലപാടുകളും പ്രകോപനപരമായ പ്രഖ്യാപനങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ചർച്ചകളും അതിൻ്റെ പ്രഖ്യാപനങ്ങളും നിലപാടുകളും ഒരു ആദ്യത്തെ യുദ്ധത്തേക്കാൾ വളരെ ഗൗരവപൂർവമായ ശാന്തി ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വീണ്ടും പശ്ചിമേഷ്യ പുകയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അമേരിക്കയും ഇറാനും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ടേബിളിന് ചുറ്റും ഇരുന്നു കൊണ്ട് ചർച്ച നടത്തിയതെങ്കിലും ഇറാന്റെ പ്രധാനമായ ആവശ്യമായ അവരുടെ ന്യായമായ ആവശ്യമായ അവരുടെ സ്വത്തുക്കൾ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കണ്ടുകെട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണമെന്ന ഒരു നിലപാടായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചത്. ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് അർഹതപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഹോർമുസ്, ആ അവകാശം സമ്മതിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആവശ്യം. മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരിക്കുകയും അത് സ്വതന്ത്രമായി സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അത് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അത് ഇല്ലായ്മ ചെയ്യാനോ സാധ്യമല്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇറാൻ സ്വീകരിച്ചത്. അതുപോലെ ലബനാനിൽ അവരുടെ സഹായ ഗ്രൂപ്പായ ഹിസ്ബുള്ളക്കെതിരെ, ലബനാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അതിനീചമായ അക്രമ പരമ്പരകൾ അവസാനിപ്പിക്കണമെന്നും ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഈ ആവശ്യങ്ങളൊന്നും തന്നെ പരസ്പരം സമ്മതിക്കാതെ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഒരു പരിപൂർണതയില്ലാതെ പാതി വഴിയിൽ തന്നെ ഈ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ പ്രതിനിധികളെ അമേരിക്കയിലേക്ക് തിരിച്ചു വിളിക്കുന്നതായിട്ടുള്ളതാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. സമാധാന അന്തരീക്ഷത്തിന് പകരം കൂടുതൽ ശക്തമായ യുദ്ധങ്ങളിലേക്ക്, കൂടുതൽ അന്തരീക്ഷം കൂടുതൽ വഷളാകുന്ന ഒരവസ്ഥയിലേക്ക്, പശ്ചിമേഷ്യ കടുത്ത പ്രയാസങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും ദുരിതക്കയങ്ങളിലേക്കും എടുത്തെറിയപ്പെടുന്ന ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. റഷ്യ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ച തുടരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടെ ട്രംപ് നടത്തുന്ന ചില കുറിപ്പുകളും പ്രസ്താവനകളുമൊക്കെ വളരെ ഗൗരവപരമായി ഈ യുദ്ധം കൂടുതൽ രക്തരൂക്ഷിതമാകുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇറാൻ പറയുന്നത് ഹോർമുസ് കടൽ, അതിൻ്റെ കപ്പൽ പാതകൾ, അതിൻ്റെ കപ്പൽ ചാലുകൾ ഞങ്ങളുടെ അധീനതയിലാണെന്നും വർഷങ്ങളായി അതിന്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലാണെന്നും ആവശ്യപ്പെടുമ്പോൾ
അമേരിക്ക ആ ഒരു ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ ശക്തമായ ഇടപെടലുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇറാൻ മറ്റൊരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഹോർമൂസ് കപ്പൽ ചാലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ കൃത്യമായി ഇറാന് ടോൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അതാത് രാജ്യങ്ങളുടെ കപ്പലുകൾ ഞങ്ങൾ ഈ ഹോർമൂസ് ചാലിലൂടെ കടത്തിവിടാൻ തയ്യാറാണെന്നാണ് മറ്റൊരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും കപ്പലുകൾ ടോള് കൊടുത്തുകൊണ്ട് ഈ ഹോർമൂസ് കടൽ തീരം കടക്കുകയാണെങ്കിൽ അതിക്രൂരമായ അക്രമങ്ങൾക്ക് ഈ കപ്പൽ വിധേയമാകുമെന്നാണ് ട്രംപ് വീണ്ടും വളരെ പ്രകോപനപരമായി പറയുന്നത്. ഏതായിരുന്നാലും ഹോർമൂസ് കടൽച്ചാലിന്റെ പേരിൽ ഇനി എത്ര കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. എത്രയോ രാജ്യങ്ങളാണ് ഇനി കഷ്ടപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ആ ഇറാൻ ഒന്നുകൂടെ വലിയ പ്രയാസങ്ങളിലേക്കും യാതനകളിലേക്കും കടന്നു പോകാൻ സമയമായി കൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനപൂർവമുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാകാത്തത് ലോകത്തിന് തന്നെ വലിയൊരു വിപത്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. ഇനി രണ്ടു കൂട്ടരുടെയും പ്രസ്താവനകളുടെ ഭാഗമായി ഹോർമൂസ് കടലിന് വേണ്ടിയുള്ള രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കായിരിക്കാം ഒരുപക്ഷെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തിനും പ്രദേശത്തിനും സമൂഹത്തിനുമൊക്കെ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുക എന്ന തിരിച്ചറിവിലൂടെ മറ്റു രാഷ്ട്രങ്ങൾ കൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അന്യായമായി തുടങ്ങിയ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടാകേണ്ടത് മറ്റു രാജ്യങ്ങളുടെയും കൂടി സമാധാനം കാംക്ഷിക്കുന്ന ആളുകളുടെ കൂടി ഒരു അത്യാവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു പകരം ബ്രിട്ടൻ അമേരിക്കയെ സഹായിക്കാൻ ഹോർമൂസിലേക്ക് കപ്പലുകളെ അയക്കും എന്നുള്ള വാർത്തകളും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഉദാഹരണം ഈ വാർത്തകളൊക്കെ വരുമ്പോൾ മനുഷ്യ സ്നേഹികൾ എന്നുള്ള നിലക്ക് സമാധാനം ആഗ്രഹിക്കുമെന്നുള്ള നിലക്ക് ഏതാനും മാസത്തോളം യുദ്ധം നയിക്കപ്പെട്ടപ്പോൾ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ GCC രാഷ്ട്രങ്ങളിലെ ഒരുപാട് സാധാരണക്കാർക്ക് തൊഴിലുകൾ നഷ്ടപ്പെട്ട് അവർ തൊഴിലില്ലാത്തവരായി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്ന അത്തരം GCC രാഷ്ട്രങ്ങളിലെ സമ്പത്തിന്റെ ഒരു ശക്തി അതിന്റെ ഒരു ഭാഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന കേരളീയരായ നമുക്ക് തന്നെ വലിയ ഭീതിയും ആധിയുമാണുള്ളത്. ഒരു പരിഹാരം കാണാൻ ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഉറച്ചു നിൽക്കുന്ന ചില നിലപാടുകളിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ന്യായം കൂടുതലുള്ള ആളുകൾക്ക് അവരുടെ ന്യായം അനുവദിച്ചു കൊടുക്കുകയും പരസ്പര ബഹുമാനത്തിലൂടെയും പരസ്പര സ്നേഹത്തിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇനിയും പുനരാരംഭിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയാണ് ആശംസിക്കുന്നത്. ഏതായിരുന്നാലും ഇസ്ലാമാബാദിൽ പരാജയപ്പെട്ടു പോയ ഈ ചർച്ച ഇനി നമുക്ക് റഷ്യയുടെ നേതൃത്വത്തിൽ, വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ അത് വീണ്ടും നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കേട്ടത് വളരെ സന്തോഷകരമാണ്. രാജ്യങ്ങളുടെയൊക്കെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിലും സമാധാനത്തിലും എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു പോകാനുള്ള ഒരു സംയമനത്തിന്റെ ഭാഷയിലേക്ക്, തിരിച്ചറിവിന്റെ നാളിലേക്ക് ഇറാനും അമേരിക്കയും ഒക്കെ എത്താൻ റഷ്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയെങ്കിലും ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇത് വഷളാക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേലിനെ പോലെയുള്ള, അതുപോലെ ഇവർക്ക് അമേരിക്കക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് യുദ്ധത്തെ കൂടുതൽ കലുഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടനെ പോലെയുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ സമാധാനത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഇനി എത്താൻ അവർ തയ്യാറല്ലെങ്കിൽ അവർക്കെതിരെ ഉപരോധങ്ങളും അതോടൊപ്പം തന്നെ
ഒറ്റപ്പെടുത്തലുകളും നടത്തിക്കൊണ്ട് അവരെയും ആ നേരിന്റെ വഴികളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ലോക രാജ്യങ്ങൾക്ക് സാധിക്കണം, ലോക നേതാക്കന്മാർക്ക് സാധിക്കണം. അതിനുള്ള തീക്ഷ്ണമായ നിലപാടുകളൊക്കെയുള്ള ധാരാളം ലോക നേതാക്കന്മാർ നമുക്കുണ്ട്. അവരിൽ നിന്നും അത് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.